സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പുതിയ SSCRT ടെക്സ്റ്റ് ബുക്ക് 8ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള ആദ്യത്തെ അധ്യായമാണ്. ചാപ്റ്ററിന്റെ പേര് അധിനിവേശവും ചെറുത്തുനിൽപ്പും. അപ്പോൾ ഈ ഒരു അധ്യായം മുഴുവനായിട്ടും അതുപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മുഴുവൻ ക്ലാസ്സും കാണുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു അധ്യായമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അധ്യായത്തിന്റെ പേര് അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഈ അധ്യായത്തിൽ ആദ്യം തന്നെ ജെയിംസ് ഫൾച്ചറിന്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന പുസ്തകത്തിൽ നിന്നുമുള്ള ഏതാനും വാക്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലിൽ ആയിരുന്നു. 18 മാസങ്ങൾക്കു ശേഷം അസർഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായിട്ട് മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസർഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിന്റെ 95% അപ്പോൾ ജെയിംസ് ഫൾച്ചറിന്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന പുസ്തകത്തിൽ നിന്നുമുള്ള ഏതാനും വാക്യങ്ങളാണ് നമുക്കിനകത്ത് തന്നിരിക്കുന്നത്. ഇനി പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്ര പാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. അതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. അപ്പോൾ സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓരോ പോയിന്റ്സും മനസ്സിലാക്കി വെക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കിയത്. ഈ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്നു, യൂറോപ്പിലും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 എന്ത് സംഭവിച്ചു? തുർക്കികൾ ഇവിടം പിടിച്ചെടുക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 പിടിച്ചെടുത്തു. അതോടുകൂടി കരമാർഗം ഉണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സം സൃഷ്ടിച്ചു. ഇനി പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? പോർച്ചുഗീസുകാരാണ്. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ. അപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യർ ആര് എന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരും, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വാസ്കോഡ ഗാമയുമാണ്. ഇവിടെ നമുക്കൊരു ഭൂപടം തന്നിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. ഭൂപടം നിരീക്ഷിച്ച് ചുവടെ പറയുന്നവ കണ്ടെത്തുവാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ഏതാണ്? വാസ്കോഡ ഗാമ ലിസ്ബൺ ആണ്. ലിസ്ബൺ പോർച്ചുഗീസില്
ലിസ്ബണിൽ നിന്നുമാണ്, പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോഡഗാമ കപ്പൽ യാത്ര ആരംഭിച്ചത്. വാസ്കോഡഗാമ എത്തിച്ചേർന്നത് എവിടെയാണ്? കോഴിക്കോടാണ്, കോഴിക്കോട്. ഇനി വാസ്കോഡഗാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളും. സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? വാസ്കോഡഗാമ പിന്നിട്ട സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം. ഈ സമുദ്രങ്ങളാണ് വാസ്കോഡഗാമ പിന്നിട്ട സമുദ്രങ്ങൾ. പിന്നിട്ട വൻകരകൾ ഏതൊക്കെയാണ്? വൻകരകൾ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളാണ് പോർച്ചുഗീസുകാര് പിന്നിട്ടത്. വാസ്കോഡഗാമ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നുമാണ്. വാസ്കോഡഗാമ എത്തിച്ചേർന്നത് കോഴിക്കോടാണ്. വാസ്കോഡഗാമ പിന്നിട്ട സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക്കും ഇന്ത്യൻ സമുദ്രവുമാണ്. വൻകരകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവയാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ എത്തിച്ചേർന്നത്. അപ്പൊ വാസ്കോഡഗാമ കാപ്പാട് എത്തിച്ചേർന്ന വർഷം ഏതാണ്? 1498 വർഷം പ്രത്യേകം നോട്ട് ചെയ്യുക. 1498 വാസ്കോഡഗാമ കാപ്പാട് എത്തിയത്. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? സാമൂതിരി രാജാവായിരുന്നു. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്കോഡഗാമ എത്തിച്ചേർന്നപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവായിരുന്നു. സാമൂതിരി രാജാവായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരത്തെ നിയന്ത്രിച്ചിരുന്നത്. അപ്പം പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നതിന് മുമ്പ് അറബികൾ നിലവിലുണ്ടായിരുന്നു. അവരായിരുന്നു വിദേശ വ്യാപാരം, കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാരാനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടിയെടുത്തു. ഈ പേരുകളൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്നും വ്യാപാരാനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം, എത്രയിലധികം? 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത്. ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. കോഴിക്കോട് സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നത് സാമൂതിരിയുടെ നാവിക തലവനായിരുന്ന കുഞ്ഞാലിമരയ്ക്കാർമാരിൽ നിന്നുമായിരുന്നു. അപ്പൊ സാമൂതിരിയുടെ നാവിക തലവന്മാർ ആരായിരുന്നു? കുഞ്ഞാലിമരയ്ക്കാറായിരുന്നു. കുഞ്ഞാലിമരയ്ക്കാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ 1498 കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്കോഡഗാമ എത്തി. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവായിരുന്നു ആ സമയത്ത്. അപ്പൊ സാമൂതിരി രാജാവ് വ്യാപാര കുത്തക പോർച്ചുഗീസുകാർക്ക് നൽകുവാനായിട്ട് തയ്യാറായില്ല. അപ്പൊ എന്ത് ചെയ്തു? പോർച്ചുഗീസുകാര് കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടിയെടുത്തു. ആദ്യത്തെ വരവില് 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് വാസ്കോഡഗാമ തിരിച്ചു പോയത്. അപ്പൊ വാസ്കോഡഗാമ പോർച്ചുഗീസുകാർക്ക് പ്രധാനമായിട്ടും സംഘർഷങ്ങൾ നേരിടേണ്ടി വന്നത് ആരിൽ നിന്നുമായിരുന്നു? സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലിമരയ്ക്കന്മാരിൽ നിന്നുമായിരുന്നു. അപ്പൊ അവർക്ക് ശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിലെ കാര്യമായ ഭീഷണി ഉണ്ടായിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഗാമയുടെ കപ്പലുകൾ സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. ഈ കപ്പലുകൾ 3 കപ്പലുകളുടെയും പേര് ഒന്ന് പഠിച്ചു വെക്കണം. പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഏതൊക്കെയാണ് കപ്പലുകൾ? സാവോ ഗബ്രിയേലും, സാവോ റാഫേലും, ബെറിയോ എന്നീ 3 കപ്പലുകൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് പോകാം. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യർ ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു.
കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ആരായിരുന്നു? വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ഏതാണ്? ലിസ്ബൺ ആണ്, പോർച്ചുഗലില് ലിസ്ബൺ. വാസ്കോ ഡ ഗാമ പിന്നിട്ട വൻകരകൾ ഏതൊക്കെയായിരുന്നു? യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. വാസ്കോ ഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങളോ? അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം ഏതാണ്? 1453 വാസ്കോ ഡ ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേരാൻ ഉപയോഗിച്ച കപ്പലുകൾ ഏതൊക്കെയായിരുന്നു? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന വർഷം 1498. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത്. അപ്പൊ നമ്മളിവിടെ കുഞ്ഞാലി മരക്കാരെ കുറിച്ച് തന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർമാരാണ്. കുഞ്ഞാലി മരക്കാർ എന്നത് എന്തായിരുന്നു? ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധംപതനവും ആരംഭിച്ചു. അപ്പൊ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് ആരെ എന്ന് ചോദിച്ചാൽ ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി മൂന്നാമൻ. പോർച്ചുഗീസ് സ്വാധീനത്തിന്റെ ഫലമായിട്ട് മലയാള ഭാഷയ്ക്ക് രചിച്ച വസ്തുക്കളുടെ പേരുകളാണ് മേശ, കസേര, അലമാര, ജനൽ, പേന, ചാക്ക് എന്നിവ. ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി. അപ്പൊ കശുമാവ്, പപ്പായ, പേരക്ക എന്നിവയെല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മാനുവൽ കോട്ട. എവിടെയാണ് സ്ഥാപിച്ചത്? കൊച്ചിയിലാണ്. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിൽ ആയി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. ഇതെല്ലാം നോട്ട് ചെയ്യുക. എല്ലാം തന്നെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അപ്പൊ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ് കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ യൂറോപ്യന്മാരുടെ കീഴിലായിരുന്നു. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അപ്പൊ പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിലെ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം കണ്ടെത്തിയുടെ പട്ടിക പൂർത്തിയാക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ രാഷ്ട്രീയ മേഖലയിൽ എന്തൊക്കെയാണ് സ്വാധീനം ചെലുത്തിയത്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട സ്ഥാപിച്ചു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ഈ 3 കാര്യങ്ങൾ രാഷ്ട്രീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുക. ഇനി കാർഷിക മേഖലയിലോ കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി. വിജ്ഞാന മേഖലയിലാണെങ്കിൽ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. സാംസ്കാരിക മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി ചവിട്ട് നാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. സാംസ്കാരിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന
ഹോളണ്ട് അല്ലെങ്കിൽ നെതർലാൻഡ്സിൽ നിന്നുള്ളവരായിരുന്നു ഡച്ചുകാർ. അപ്പൊ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യർ ആരായിരുന്നു? ഡച്ചുകാരാണ്. ആർക്ക് ശേഷം? പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാരെത്തി. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഇപ്പൊ ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇതിനോടൊപ്പം തന്നെ പഠിച്ചു പോവുക. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവ ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. കച്ചവടാധിപത്യത്തിനുള്ള മത്സരത്തിൽ ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തി? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. അടുത്തതായിട്ട് കുളച്ചൽ യുദ്ധമാണ്. 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. അപ്പൊ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741. ആരൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടിയത്? തിരുവിതാംകൂർ സൈന്യവും ഡിലനോയുടെ നേതൃത്വത്തിലുള്ള ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്. ആരുടെ നേതൃത്വത്തിൽ? ഡിലനോയുടെ നേതൃത്വത്തിലുള്ള ഡച്ച് സൈന്യവും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ആധികാരിക വിജയമാണ് നേടിയത്. ഈ യുദ്ധത്തോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഡച്ച് കപ്പിത്താനായ ഡിലനോയ് കീഴടങ്ങി. തുടർന്ന് തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകുകയും ചെയ്തു. അപ്പൊ തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകുകയും ചെയ്തത് ആരാണ്? ഡിലനോയ് ആണ്. കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഡച്ച് ക്യാപ്റ്റനായിരുന്നു ഡിലനോയ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പൊ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യയിൽ ഭരണാധികാരികളോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. അതിനുശേഷം ഡിലനോയ് കീഴടങ്ങുകയും തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകുകയും ചെയ്തു. കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഈ 2 പോയിന്റ്സ് എക്സ്ട്രാ ഓർത്ത് വയ്ക്കുക. ഡിലനോയ് അതുപോലെ ഉദയഗിരി കോട്ട. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. അടുത്തതായിട്ട് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ കവർ ചിത്രമാണ് നമ്മുടെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയാണ്. കേരളത്തിലെ 742 ഔഷധങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തതാരാണ്? ഡോക്ടർ KS മണിലാലാണ്. എല്ലാ പോയിന്റ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത്? 742 ആണ്. 742. ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? ഹെൻറിക് വാൻഡ്രീഡ്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ച വൈദ്യൻ ആരെ എന്ന് ചോദിച്ചാൽ ആരാണ്? ഇട്ടി അച്യുതനാണ്. അതുപോലെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നീ 3 പേരുകളും ഓർത്തു വെക്കുക. മലയാളം അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാലാണ്. അപ്പൊ ഡോക്ടർ KS മണിലാലിന്റെ പേര് ഒന്നുകൂടി പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതന്റെ ജന്മസ്ഥലം ആലപ്പുഴ ജില്ലയാണ്. ഇട്ടി അച്യുതൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലാണ് ജനിച്ചത്.
അടുത്തതായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചിത്രം തന്നിരിക്കുന്ന ഹോർത്തൂസ് മലബാർക്കസിലെ ഒരു പേജാണ് പറഞ്ഞിരിക്കുന്നത്. ഹോർത്തൂസ് മലബാർക്കസിലെ ഒരു ചിത്രമാണ്. ഇത് ഏത് സസ്യമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് പറഞ്ഞിരിക്കുന്നു. ഏതാണ് സസ്യം? പനയാണ്. ചൂണ്ടപ്പനയാണ്. ചൂണ്ടപ്പന ആനപ്പന, ഓലട്ടി എന്ന പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് 2-3 എക്സ്ട്രാ പോയിന്റ്സ് പറയുവാണെങ്കിൽ 1678 1702 1702 കാലയളവിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. 1678 1702 കാലയളവിൽ 12 വാല്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. നെതർലൻഡിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിലാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. ആംസ്റ്റർഡാം ഓർത്ത് വയ്ക്കുക. ആംസ്റ്റർഡാമില് 1678 1702 കാലയളവില് 12 വാല്യങ്ങളിലായിട്ടാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. മലയാള ഭാഷ അച്ചടി പതിഞ്ഞ ആദ്യത്തെ പുസ്തകമായിരുന്നു ഇത്. തെങ്ങ് എന്നതായിരുന്നു ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ട പദം. മലയാളത്തില് ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ട പദം എന്നത് ഹോർത്തൂസ് മലബാർക്കസിലേതാണ്? തെങ്ങ് എന്നത് ആയിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും കൂടി നോട്ട് ചെയ്ത് വെക്കാം, സ്വന്തമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ്. അപ്പം അതിനു മുമ്പ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. മാനുവൽ കോട്ട, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട വിദേശ ശക്തി ഏതാണ്? ഡച്ചുകാരാണ്. കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. ഡച്ചുകാരുടെ സസ്യശാസ്ത്ര സംബന്ധിയായ ഏറ്റവും വലിയ സംഭാവനയായ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ സംഭാവനയാണ്. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? 742. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഹെൻറിക് വാൻഡ്രീഡ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരായിരുന്നു? ഇട്ടി അച്യുതൻ. മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഗ്രന്ഥം മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഡോക്ടർ KS മണിലാൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ്. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്നു. അപ്പൊ ആദ്യം വന്നതാരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസിന് ശേഷം ഡച്ച് എത്തി. ഡച്ചിന് ശേഷം വന്നതാരാണ്? ബ്രിട്ടീഷുകാരാണ് ഡച്ചിന് ശേഷം എത്തിയത്. അതിനുശേഷമാണ് ഫ്രഞ്ചുകാർ വന്നത് അതിനുശേഷമാണ്. അപ്പൊ ഇത്രയും ഈ ഒരു ഓർഡറിൽ നോട്ട് ചെയ്യുക. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പൊ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. അപ്പൊ കർണാട്ടിക് യുദ്ധങ്ങളിൽ ജയിച്ചതാരാണ്? ബ്രിട്ടീഷുകാരാണ്. തൽഫലമായിട്ട് ഫ്രഞ്ചുകാരുടെ ആധിപത്യമായിരുന്ന പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങി. കർണാട്ടിക് യുദ്ധങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയിലാണ് കർണാട്ടിക്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. എത്ര കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്? 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് മൊത്തത്തിൽ നടന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങൾ. 1-ാം കർണാട്ടിക് യുദ്ധം, 2-ാം കർണാട്ടിക് യുദ്ധം, 3-ാം കർണാട്ടിക് യുദ്ധം. അടുത്തതായിട്ട് ഒരു ബോക്സ് തന്നിരിക്കുകയാണ്. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ, ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ, ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ നോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊച്ചി, ഗോവ, ദാമൻ,
ദീവ്. കൊച്ചി, ഗോവ, ദാമൻ, ദീവ് എന്നിവ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. അടുത്തത് തന്നിരിക്കുന്നത് ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. ആദ്യത്തേത് ഇവിടെ നാഗപട്ടണം തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? ചിൻസുര. അതുപോലെ അടുത്ത് വരുന്നു അഹമ്മദാബാദ്. അടുത്തത് ഏതാണ്? ബറോച്ച്. ഡച്ച് അധിനിവേശ പ്രദേശങ്ങളാണ് നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്. അടുത്തത് ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഫ്രഞ്ച് പോണ്ടിച്ചേരി, കാരക്കൽ, അതുപോലെ അടുത്തത് ഏതാണ്? മാഹി, യാനം എന്നിവ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. ഈ സ്ഥലങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1600. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റില് ഒരു കച്ചവടത്താവളം സ്ഥാപിച്ചു. ആദ്യമായിട്ട് കച്ചവട സ്ഥാപനം സ്ഥാപിച്ചത് എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റിലാണ്. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസ്, ചെന്നൈ, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടുവാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പൊ പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? 1757. അപ്പൊ സിറാജ് ഉദ്ദൗള, ബംഗാളിന്റെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയും റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും തമ്മിലാണ് യുദ്ധം നടന്നത്. അപ്പൊ സിറാജ് ഉദ്ദൗള പരാജയപ്പെട്ടു. ബംഗാളിന്റെ ഭരണം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാനായിട്ട് സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കുവാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കുവാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. ബക്സാർ യുദ്ധം നടന്ന വർഷം 1764. ബക്സാർ യുദ്ധം നടന്ന വർഷം 1764. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജ് ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മീർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. ഷാ ആലം രണ്ടാമൻ, ഷുജ ഉദ്ദൗള, മീർ കാസിം എന്നീ പേരുകൾ നോട്ട് ചെയ്യുക ബക്സർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. ഇത് ആരാണ് പറഞ്ഞത്? റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ് എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവ്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം, ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ എന്നിവയെല്ലാം ഇതിന് കാരണമായി. ഇനി നമുക്ക് പ്രധാനപ്പെട്ടത് 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ധമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. മദ്രാസ് തുറമുഖം കിട്ടിയത് എപ്പോഴാണ്? 1639. അതുപോലെ 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ.
ബോംബെ ആർക്കാണ്? ബ്രിട്ടീഷുകാർക്ക് പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ സമ്മാനമായിട്ട് ലഭിച്ച പ്രദേശമാണ് ബോംബെ. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. ഏത് വർഷം? 1662. ഇനി 1698 സുതനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. ഏതൊക്കെയാണ് സ്ഥലങ്ങൾ? സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ. പേര് ഓർത്ത് വയ്ക്കുക. സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ. പിന്നീട് ഇത് കൊൽക്കത്തയായിട്ട് മാറി. ഈ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. വില്യം കോട്ട. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആധിപത്യം നേടിയ പ്രദേശങ്ങൾ 1639 മദ്രാസ്, 1662 ബോംബെ, 1698 കൽക്കട്ട. പ്ലാസി യുദ്ധം നടന്നത് 1757 ബക്സാർ യുദ്ധം നടന്നത് 1764. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. കർണാട്ടിക് യുദ്ധങ്ങളിൽ അന്തിമ വിജയം ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു. കർണാട്ടിക് യുദ്ധങ്ങളിൽ അന്തിമ വിജയം ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു. അടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 1600. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. പ്ലാസി യുദ്ധം നടന്നത് 1757. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരുക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ്. ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫോർട്ട് വില്യം കൊൽക്കത്തയിലാണ്. ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ സ്ഥാപിച്ച കോട്ട ഏത് എന്ന് ചോദിച്ചാൽ ഫോർട്ട് വില്യം ആണ്. ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ സ്ഥാപിച്ച കോട്ടയാണ് ഫോർട്ട് വില്യം. 1764 ബക്സാർ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? ബക്സാർ യുദ്ധത്തിൽ ജയിച്ചത് ബ്രിട്ടീഷുകാരാണ്. 1764 ബക്സാർ യുദ്ധത്തിൽ ജയിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് സ്ഥിരമായ രാഷ്ട്രീയ സാമ്പത്തിക ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ പ്രധാന യുദ്ധം ഏതാണ്? ബക്സാർ യുദ്ധമാണ്. 1764. പ്ലാസി യുദ്ധത്തിൽ ബംഗാളിന്റെ നവാബ് ആരായിരുന്നു? പ്ലാസി യുദ്ധത്തിൽ ബംഗാളിന്റെ നവാബായിരുന്നത് സിറാജ് ഉദ്ദൗളയാണ്. സിറാജ് ഉദ്ദൗള. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? അടിത്തറ പാകിയത് പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ടയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. പോർച്ചുഗീസ് അധീനതയിലായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു. കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. ചവിട്ട് നാടകം, മാർഗംകളി തുടങ്ങി കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൂനൻ കുരിശു സത്യം നടന്ന വർഷം. കൂനൻ കുരിശു സത്യം 1653. ഈ 2 എക്സ്ട്രാ പോയിന്റ്സ് ഓർത്ത് വെക്കുക. കൂനൻ കുരിശു സത്യം നടന്നത് 1653. ഉദയം പേരൂർ സൂനഹദോസ് നടന്നത് 1599. കൂനൻ കുരിശു സത്യം 1653. ഉദയം പേരൂർ സൂനഹദോസ് നടന്നത് 1599. ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്. നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്. ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. ഇനി ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാം. അടുത്തതായിട്ട് നാട്ടുരാജ്യങ്ങളും കമ്പനി. നാട്ടുരാജ്യങ്ങളും കമ്പനി. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? മൈസൂരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലാണ്. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്.
4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി. 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിക്കുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിക്കുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. ഇപ്പൊ നോക്കുവാണെങ്കിൽ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളും ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ, ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ 3 യുദ്ധങ്ങളാണ് ഇവിടെ പറയുന്നത്. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ് നടന്നത്. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ 3 ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളാണ് നടന്നത്. ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ 2 ആംഗ്ലോ സിഖ് യുദ്ധങ്ങളാണ് നടന്നത്. അടുത്തതായിട്ട് പ്രധാനപ്പെട്ടതാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പും സിംഗിൾ ക്വസ്റ്റ്യൻസും ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാവുന്നതാണ്. ആരാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അതുപോലെ റയട്ട് വാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം എന്നീ 3 നികുതി വ്യവസ്ഥകളാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. ഏതൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയട്ട് വാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ വർഷം 1793 നോട്ട് ചെയ്യുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയൊക്കെയാണ് നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ നടപ്പിലാക്കിയത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വ്യക്തി ആരാണ്? കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയോടൊപ്പം സെമീന്ദാർമാർ എന്ന പേരും കൂടി ഓർത്തു വെക്കുക. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായിട്ടും നികുതിയായിട്ട് നൽകണമായിരുന്നു. ഇതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. അടുത്തത് റയട്ട് വാരി 1820. ദക്ഷിണേന്ത്യയിലും ഡെക്കാണിലുമാണ് നടപ്പിലാക്കിയത്. നടപ്പിലാക്കിയത് ആരാണ്? തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് എന്നിവരാണ്. സവിശേഷതകൾ: കർഷകരെ ഭൂവുടമകളായിട്ട് പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് പിടിച്ചെടുത്തു. റയട്ട് വാരി സമ്പ്രദായത്തിൽ. അപ്പോൾ റയട്ട് വാരി സമ്പ്രദായം നടന്നത് 1820 ദക്ഷിണേന്ത്യയിലും ഡെക്കാണിലുമാണ്. നടപ്പിലാക്കിയത് തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡുമാണ്. സവിശേഷതകൾ എന്ന് പറയുന്നത് കർഷകരെ ഭൂമുടകളായിട്ട് തന്നെ പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്തു? നികുതി പിരിച്ചു. ഇനി നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് പിടിച്ചെടുക്കുകയും ഉണ്ടായി. അടുത്തത് മഹൽവാരി വ്യവസ്ഥ. വർഷം 1822. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. ഈ പഞ്ചാബ് എന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. നടപ്പിലാക്കിയത് ഹോൾട്ട് മെക്കൻസി. ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കി നികുതി പിരിച്ചു. മഹൽവാരിയിൽ എന്താണ് ചെയ്തത്? അവര് ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആക്കിയിട്ട് കണക്കാക്കി, എന്നിട്ട് നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയോട് എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഈ 3 വ്യവസ്ഥകൾ, നികുതി വ്യവസ്ഥകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? പൊതു സവിശേഷതകൾ എന്ന് പറയുന്നത് ഉയർന്ന നികുതി നിരക്ക്, അതുപോലെ നിർബന്ധിത നികുതി. പിന്നെന്താണ്? കർഷകരിൽ നിന്നുള്ള നേരിട്ടുള്ള നികുതി പിരിവ്.
അതുപോലെ നികുതി നൽകാതിരുന്നാൽ എന്ത് ചെയ്യും? കൃഷിഭൂമി അവർ പിടിച്ചടക്കിയത്. കൃഷിഭൂമി പിടിച്ചടക്കി. ഇത്രയും കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകളായിരുന്നു. ഉയർന്ന നികുതി നിരക്ക്, നിർബന്ധിത നികുതി, കർഷകരിൽ നിന്നും നേരിട്ടുള്ള നികുതി പിരിവ്, നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കൽ എന്നിവ കോമൺ ആയിട്ടുള്ള സവിശേഷതകളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായിട്ട് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി പണമിടപാടുകാരിൽ നിന്ന് പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. തന്മൂലം കർഷകർ കടക്കെണിയിലായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കുവാനുള്ള അധികാരം പണമിടപാടുകാർക്കുള്ളതായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഭക്ഷ്യവിളകൾക്കു പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകുകയും ചെയ്തു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർക്ക് കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടി വന്നു. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത്? ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ച മൂലമോ കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. കർഷകരെ പോലെ കൈത്തൊഴിലാളികളെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലാളികളുടെ ഉൽപ്പന്നമായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തലിന് കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാനായിട്ട് നിർബന്ധിതരായി. എന്തുകൊണ്ടാണ്? ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടതോടെ. അടുത്തതായിട്ട് പറയുന്നത് ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങളാണ്. സന്യാസിമാരും പോരാളികൾ ആയപ്പോൾ 1773 ഒരു വേനൽക്കാലം ബംഗാളിലെ പദചിഹ്നം എന്ന ഗ്രാമം മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു. വിള ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. കന്നുകാലികളെ വിറ്റു. കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു. വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടിന്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയുണ്ടായി. എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്നു വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവു ചെയ്യാനോ ആളില്ലാതായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞുനാറി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമുള്ള ഭാഗമാണ് ഈ തന്നിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിലെ ഭാഗം. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം ആരുടേതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ്. നോവൽ ഏത് ഭാഷയിലുള്ളതാണ്? ബംഗാളി ഭാഷയിലുള്ളതാണ്. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയുണ്ടായിരുന്നു. എന്ത് ചെയ്തു? സന്യാസിമാരുടെ പിന്തുണയുണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നും അറിയപ്പെട്ടു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിലാണ് ചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. ഭവാനി, പഥക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഭവാനി, പഥക്, മജ്നു ഷാ. ഭവാനി, പഥക്, മജ്നു ഷാ.
1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. വർഷം 1882. ബംഗാളി ഭാഷ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ദേശീയ ഗീതമാണ് വന്ദേ മാതരം. വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠത്തിൽ നിന്നുമാണ്. ഭവാനന്ദൻ എന്ന പേരുള്ള കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബംഗാളിലെ നീലം കർഷക കലാപത്തെക്കുറിച്ചാണ്. വർഷം 1859. ബംഗാളിലെ നീലം കർഷക കലാപം നടന്ന വർഷം 1859 ആണ്. 1859. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്കായുള്ള അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റ് വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ എന്നത്. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര 1860. ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സാന്താളുകൾ പ്രകടിപ്പിച്ചത്. എപ്പോഴാണ് പിടിക്കപ്പെട്ട് ദണ്ഡന വിധേയരാകുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. ഒരിക്കൽ 45 സാന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം നേടി ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി. കുടിലിന് നേരെ തുരുതുര വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മറുപടി നൽകി. അവസാനം വെടി നിർത്തി കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തന്റെ മഴ കൊണ്ട് അയാളെ വെട്ടിവീഴ്ത്തി. ബിപിൻ ചന്ദ്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണ് ഇവർ. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. സാന്താൾ കലാപം 1855. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദ്ധോവിനെയും കാനുഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധോ, കാനു എന്നിവരാണ്. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധം ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. സാന്താൾ കലാപം 1855 സിദ്ധോ, കാനു തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. അടുത്തത് ഉൽ ഗുലാൽ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ശതകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽ ഗുലാൽ. ഇത് മുണ്ട കലാപം എന്നും പൊതുവെ അറിയപ്പെടുന്നു. മുണ്ട കലാപം അല്ലെങ്കിൽ ഉൽ ഗുലാൽ. വലിയ ഇളക്കം എന്നാണ് ഉൽ ഗുലാൽ എന്ന പദത്തിന്റെ അർത്ഥം. വലിയ ഇളക്കം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത മുണ്ട രാജ് സ്ഥാപിക്കുവാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. പുൽ ഗുലാൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ട. ഈ കലാപത്തിന്റെ കാരണങ്ങൾ ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. വർഷം 1899. വർഷങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. മുണ്ട കലാപം 1899.
ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായിട്ട് അടിച്ചമർത്തി. കുറിച്യ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഗാസി കലാപം തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങളാണ്. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ്, ഗോത്രാഭിമാന ദിനമായിട്ട് 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളൊരു പോയിന്റാണ്. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസായിട്ട് ആചരിക്കുന്നു. ഗോത്രാഭിമാന ദിനം ഏത് വർഷം മുതലാണ്? 2021 മുതൽ. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ. ഗാന്ധി സേ പഹലെ. ഗാന്ധി എന്നത് ആരുടെ കൃതിയാണ്? ഇക്ബാൽ ദുറാനിയുടെ കൃതിയാണ്. ആരാണ് കേന്ദ്ര കഥാപാത്രം? ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ എന്നത്. ആരണ്യർ അധികാർ എന്നത് മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്, നമുക്ക് പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്നു വീര്യ പാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചു. തിരുനെൽവേലിയിൽ ആരായിരുന്നു? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. തിരുനെൽവേലിയിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ശിവഗംഗയിലെ പോളിഗർമാരായിരുന്നു മരുത് പാണ്ഡ്യ സഹോദരന്മാർ. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മനുണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. കോൺവാലിസ് പ്രഭു. റയട്ട് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യ, ഡെക്കാൻ. റയട്ട് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ് എന്നിവരാണ്. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. നടപ്പിലാക്കിയത് ഹോൾട്ട് മക്കിൻസി. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഉയർന്ന നികുതി നിരക്ക്, നിർബന്ധിത നികുതി, കർഷകരിൽ നിന്നും നേരിട്ടുള്ള നികുതി പിരിവ്, നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കൽ. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവർ ഭവാനി പഥക്, മജ്നു ഷാ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകം നീലദർപ്പൺ. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഏത് ദിവസമായി ഇന്ത്യയിൽ ആചരിക്കുന്നു? ജൻജാതീയ ഗൗരവ് ദിവസ്, ഗോത്രാഭിമാന ദിനം 2021 മുതൽ ആചരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ചരിത്രത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ഏക ഗോത്ര ജനതയുടെ നേതാവ് ബിർസ മുണ്ട. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ട ഗോത്ര ജനതാ നേതാവാണ് ബിർസ മുണ്ട.
ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി ഗാന്ധി സെ പെഹലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച നോവൽ ആരണ്യർ അധികാർ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഈ സംഘത്തെ വർഗ വർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ച് വധിച്ചു. മാത്രമല്ല അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വെല്ലൂർ കലാപമാണ്. വെല്ലൂർ സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. വെല്ലൂർ കലാപം നടന്ന വർഷം 1806. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. അടുത്തതായിട്ട് സ്ത്രീ മുന്നേറ്റം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീരവനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. കർണാടകയിലെ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കുവാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളെ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യം തന്നിരിക്കുന്നു കാർഷിക കലാപങ്ങൾ ഏതൊക്കെയാണ്? സന്യാസി ഫക്കീർ കലാപം കാർഷിക കലാപമായിരുന്നു. അതുപോലെ തന്നെ നീലം കലാപം കാർഷിക കലാപമായിരുന്നു. ഇനി ഇവിടെ തന്നിരിക്കുന്നു സാന്താൾ കലാപം എന്ത് കലാപമായിരുന്നു? ഗോത്ര കലാപമായിരുന്നു. സാന്താൾ കലാപം ഗോത്ര കലാപമായിരുന്നു. ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാണ്? സാന്താൾ കലാപവും ഉൽഗുലാൽ അല്ലെങ്കിൽ മുണ്ട കലാപം. ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയായിരുന്നു? സാന്താൾ കലാപം അല്ലെങ്കിൽ ഉൽഗുലാൽ അല്ലെങ്കിൽ മുണ്ട കലാപം. ഇനി ഇവിടെ തന്നിരിക്കുന്നത് പോളിഗർ കലാപം സൈനിക തലവന്മാരുടെ കലാപമായിരുന്നു. സൈനിക തലവന്മാരുടെ കലാപമായിരുന്നു
പോളിഗർ കലാപം എന്നത്. കിട്ടൂർ കലാപമോ? കിട്ടൂർ കലാപം സ്ത്രീകൾ നേതൃത്വം നൽകിയ കലാപമായിരുന്നു. സ്ത്രീകൾ നേതൃത്വം നൽകിയ കലാപമായിരുന്നു കിട്ടൂർ കലാപം. ജനകീയ കലാപം. ആറ്റിങ്ങൽ കലാപം ജനകീയ കലാപമായിരുന്നു. ആറ്റിങ്ങൽ കലാപം എന്താണ്? ജനകീയ കലാപമായിരുന്നു. അടുത്തതായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ്. കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ചു തുടങ്ങിയത്. കൻവർ സിംഗിന്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ തിരുകിയ കടാരയെടുത്ത നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാ മാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത്. KSICL ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് ഇതിലെ ഭാഗമാണ് ഇത്. ഇനി എന്താണ് 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണ് ഇത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞുവല്ലോ. അത്തരം പോരാട്ടങ്ങളെയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാർ ഈ കലാപത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായി, ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലാളികൾ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കുവാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമവും. സൈനിക സഹായ വ്യവസ്ഥ എന്തായിരുന്നു? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനു വേണ്ടി ഗവർണർ ജനറലായ വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയതാണ് സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭു ആണ്. ഇതുപ്രകാരം ബ്രിട്ടീഷുകാരുമായിട്ട് സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. അവ ഏതൊക്കെയാണ്? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. ഇതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതാരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭു. അടുത്തത് എന്താണ്? ദത്താവകാശ നിരോധന നിയമമാണ്. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു ദത്താവകാശ നിരോധന നിയമം പാസാക്കിയതാരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഈ അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിൽ ആകും. ഈ 2 നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് അവധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? അവധാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു 1857 കലാപത്തിന്റെ മറ്റൊരു കാരണം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നുവെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ്
കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവറുണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസായിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബാരക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെയായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8 ആണ്. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിൽ ആയിരുന്നു. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതാരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കിയുണ്ടയ്ക്ക് ഇരയാക്കി. അനേകായിരങ്ങളെ വഴി മരക്കൊമ്പുകളിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി. അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. ഇനി കലാപം നടന്ന സ്ഥലം, കലാപത്തിന് നേതൃത്വം നൽകിയവർ, സവിശേഷതകൾ. ഈ ഒരു ബോക്സിലെ പോയിന്റ്സ് പഠിക്കാം. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ബഖ്ത് ഖാൻ എന്നിവരാണ്. എവിടെയാണ്? ഡൽഹിയിൽ. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തിയത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറലായിരുന്നു ജനറൽ ബഖ്ത് ഖാൻ. ഝാൻസിയിലെ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായ് ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു. കാൺപൂരിലെ നാനാ സാഹേബ് താത്തിയ തോപ്പി. മറാത്ത ഭരണാധികാരി നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു താത്തിയ തോപ്പി. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചു. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. ലക്നൗ, ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിലെ നേതൃത്വം നൽകിയത്. അവധിലെ ഭരണാധികാരിയായിരുന്നു. ബീഹാറിലെ ആറയില് കൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു കൻവർ സിംഗ്. ബീഹാറിലെ ആറയിലാണ് നേതൃത്വം നൽകിയത്. 1857 കലാപത്തിന് ചില പരിധികൾ ഉണ്ടായിരുന്നു. കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൻകാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അവയേതെല്ലാമാണ്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കീഴിലായി. ഗവർണർ ജനറൽ എന്നതിനു പകരം വൈസ്രോയി എന്ന പദവി നിലവന്നു. ഇന്ത്യയുടെ പിൻകാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. ഈ പോയിന്റ്സ് നോട്ട് ചെയ്യുക. 1857 കലാപാനന്തരം മോഹൻ സിൻഹയുടെ 1857 കേതൻ മെഹ്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലാമുണ്ടിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. ഇപ്പൊ സിനിമ സംവിധാനം ചെയ്തവർ: മോഹൻ സിൻഹ 1857, കേതൻ മെഹ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലാമുണ്ടി മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. ഈ 3 സിനിമയും സംവിധായകരും നോട്ട് ചെയ്യുക. മഹാശ്വേതാ ദേവിയുടെ ഝാൻസി റാണി
മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടതാണ്. മഹാശ്വേതാദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി നോവലുകളാണ്. ഈ 2 നോവലുകളും നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇത്രയുമാണ് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ബാലൻസുള്ള ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ് 1721. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏതാണ്? തമിഴ്നാട്ടിലെ വെള്ളൂർ കലാപമാണ് 1806. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8-നാണ്. 1857 കലാപം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റ് ആണ്. 1857 കലാപത്തെ തുടർന്ന് ഡൽഹി ചക്രവർത്തിയായത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ്. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി, കാൺപൂരിലെ നാനാ സാഹിബ് താത്യ തോപ്പി, ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹൽ, ബീഹാറിലെ ആറയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് എന്നിവരാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കിയത്. 8ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ ആദ്യത്തെ അധ്യായമാണ് നമ്മൾ നോക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും പോയിന്റ്സും തന്നെ നോട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്